അപ്പം ഞാൻ പറഞ്ഞില്ലേ ജാഗരി പൗഡർ ഇടണം. അപ്പം നമുക്കൊരു ചോദ്യം ഉണ്ടാവും, ഈ തേങ്ങാപ്പാൽ നമ്മളെടുത്തിട്ട് പൊടിയിലേക്ക് പൊടി ഉണ്ടാക്കുമ്പോൾ മിക്സ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ എങ്ങനെ എടുക്കും, പിഴിഞ്ഞെടുക്കുന്നില്ലല്ലോ എന്ന്. അപ്പം ഞാൻ ചെയ്യുന്നത് ഇത്രയാണ്, ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി അരിപ്പൊടിയിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചൂടുവെള്ളത്തിൽ കുഴക്കണം. അപ്പോൾ എന്തായാലും അത് വിടാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് നെയ്യ് എടുത്തു. നമുക്ക് തേങ്ങാപ്പാലിൽ വരെ നെയ്യ് വരട്ടിയിട്ട് ഞാൻ ഇത് ചെയ്തു. ഞാനപ്പോൾ നമ്മൾ നെയ്യ് എടുത്ത് പുരട്ടി ഒട്ടി പിടിക്കാണ്ടിരിക്കാനായിട്ട് ഒരെണ്ണ ഞാൻ കാണിച്ചു തരും കേട്ടോ. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, ഇതിപ്പോൾ ഒന്ന് കാണിച്ചു തരാനുള്ള പർപ്പസ് ഓൺലിയാണ്. ഓൺലി എഡ്യൂക്കേഷണൽ പർപ്പസ്, ദാറ്റ്സ് ഗുഡ്. അല്ല, ഈ ഇൻ്റർനെറ്റിൽ അവർ കൈ കഴുകണത് അങ്ങനെയല്ല, ഓരോ വീഡിയോ ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. പക്ഷെ അവർ പറയുമല്ലോ ഓൺലി എഡ്യൂക്കേഷണൽ പർപ്പസ് ഓൺലി അല്ലേ. അപ്പോൾ കുഞ്ഞൊരു കോഴിക്കോട്ട ഫില്ല് ചെയ്യുക. കണ്ട, ഒട്ടും പൊട്ടിപ്പോയില്ല കേട്ടോ. നെയ്യ് ഒരിക്കലും അൺഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമല്ല കേട്ടോ. നെയ്യ് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, കാരണേ ഞാൻ പിഴിഞ്ഞ അധികം തേങ്ങാപ്പാൽ പോരില്ല. പിന്നെ ഞാനെന്താ ചെയ്യാം, ജോയിൻ ആവത്തുമില്ല, ഇടയ്ക്ക് പൊട്ടും. അപ്പോൾ ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഉണ്ടാക്കുന്ന കോഴിക്കോട്ടെ കുരിശുണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ശീലം. ഇതൊക്കെ ഒരു അപ്പോൾ കുരിശായി. ഇനി ബാക്കി മുഴുവൻ വെന്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളത് ആ മോഡേൺ സ്റ്റൈലിൽ കോൺഫ്ലവർ ഇട്ട് അരിപ്പൊടി മിക്സ് ചെയ്തു, ഒട്ടും പൊട്ടിയില്ല. പിന്നെ എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിക്കുന്ന സമയത്ത് തൊട്ടാണ്ടിരിക്കാൻ കുറച്ച് നെയ്യ് ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. എളുപ്പം പണി തീർന്ന് ജാഗറി പൗഡർ ഉപയോഗിച്ചു, ഏലക്കായ ഇതൊക്കെ പൊടിച്ച് ചേർത്തു. പിന്നെ മോളുടെ കൈയും കൂടി വർക്ക് ചെയ്തു കേട്ടോ. ശരിയാണ്, ഇനി ഞാൻ ഫൈനൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം സംഭവം സെറ്റായിട്ടാ, നല്ല കറക്റ്റ് ഒറ്റ എണ്ണം പോലും പൊട്ടിയിട്ടില്ലേ. പിന്നെ കുറേ വെക്കുമ്പോഴേ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ കുഴപ്പം എൻ്റെ മോളും കൂടി ഉണ്ടാക്കി. അപ്പം ഓക്കെ, കാലോചിതമായ മാറ്റങ്ങൾ എല്ലാ കാര്യങ്ങളും ആവശ്യം. അത് ഇതുപോലെ അത് ഒരുപാട് ചൂടാക്കിയും ഓക്സിഡേഷൻ നടത്തി നമ്മൾ എടുക്കുന്ന ഫുഡുകൾ നമുക്ക് ഹെൽത്തി അല്ല. ഇതൊട്ടും ചൂടാക്കാതെ നമ്മളിങ്ങനെയൊക്കെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി വരട്ടി അതിൽ നിന്ന് പാല് പിഴിഞ്ഞ് കളഞ്ഞു, വീണ്ടും അതിലേക്ക് കുറച്ച് ശർക്കര പാനി മിക്സ് ചെയ്തു. ഇതിലിപ്പോൾ ഈ കണ്ടൻറ്റിൽ ഫുൾ തേങ്ങാപ്പാലാണ്, അതിൽ നിന്ന് ഇപ്പോൾ ഒട്ടും തേങ്ങാപ്പാൽ പുറത്തേക്ക് എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മുമ്പത്തേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ശരി, എല്ലാവർക്കും കോഴിക്കോട്ടെ തിരുനാളിൻ്റെ ആശംസകൾ.